അത് ഓഫാക്കി ഇതിന് എടുക്കാൻ പറ്റില്ല നാളെ പാത്രങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ചു. ഇവിടെ മത്തം നല്ല മൂത്ത മത്തം കിട്ടുമ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കി വിചാരിച്ചെങ്കിൽ ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ മത്തമൊക്കെ ചെറിയ പീസാക്കി കഴുകി വൃത്തിയാക്കി തിന്നാൻ പറ്റില്ല കുഞ്ഞു കട്ടാക്കിട്ട് എടുക്കട്ടോ. അങ്ങനെ ഒന്ന് ചെറിയ ലേശം രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. മത്തന് വേവിക്കാൻ വെള്ളം ഒന്നുമില്ല, ആദ്യം വരുമ്പോൾ തന്നെ അതിനകത്ത് വെള്ളം നിന്നേക്കും. തേങ്ങാപ്പാലിടാം, തേങ്ങയൊക്കെ ചെറുകി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ മിക്സിയിലിട്ടൊന്ന് ഫ്രഷ് ചെയ്തെടുക്കാം. തേങ്ങാപ്പാൽ കേട്ടോ. മത്തന് ഇങ്ങനെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നന്നായി ഉടച്ചെടുക്കണം. ഉടച്ചെടുക്കുന്ന ഉടയ്ക്കണ്ട, ഒരു കടിക്കുന്ന പോലത്തെ ചെറിയ ചെറിയ പീസുകളൊക്കെ ഉടയ്ക്കണേ. നല്ലൊരു ടേസ്റ്റ് നോക്കും. കടിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് അല്ലേ. നന്നായി മിക്സാക്കി തുടച്ചാക്കി എടുത്തിട്ടുണ്ട്. നച്ച് വെള്ളം ചെറിയ കഷ്ണം കേട്ടോ. എന്നിട്ട് മധുരത്തിന് അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചെടുത്ത് അടുപ്പിലേക്ക് വെക്കുക. അത് നന്നായി ഉടഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. 3-4 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്ത് നന്നായി വെള്ളം ഒഴിച്ച് മിക്സാക്കി എടുക്കുക. സാധാ തണുത്ത വെള്ളമാണേ. നന്നായി മിക്സാക്കി എടുക്കണം കേട്ടോ. കട്ടകളൊന്നും ഉണ്ടാകാൻ പാടില്ല. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സാക്കി എടുത്തൊരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. ഇത് ഞാൻ നൂൽപുട്ടിൻ്റെ പൊടിയാണ് എടുക്കുന്നത്. കുത്തുപൊടി വേണമെങ്കിലും എടുക്കാം. നമ്മൾ വെള്ളം അല്ല ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഒരു ചട്ടിയിൽ നമുക്ക് നെയ്യ് ഒഴിച്ചെടുത്തിട്ട് ഈ മത്തങ്ങ ഒന്ന് വഴച്ചെടുക്കാം കേട്ടോ. അങ്ങനെ മത്തങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴണ്ട് വരട്ടെ. നെയ്യ് കിടന്നിട്ടുണ്ടെങ്കിൽ തരണം. നന്നായി മിക്സാക്കിയിട്ട് അതിലേക്ക് ഒരു ചെറിയൊരവളം വെച്ചു കേട്ടോ. ശർക്കരപ്പാനി ഒഴിച്ചിട്ട് ഞാൻ ബാക്കി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അതങ്ങ് എടുത്ത് ഒഴിച്ചു. അപ്പോൾ വേണമെങ്കിൽ തിരിച്ചൊഴിച്ചാൽ മതി. ശർക്കരപ്പാനി ഒഴിച്ചൊന്ന് കുറുകി വരുന്നുണ്ട്. രണ്ടാം പാൽ ഒഴിച്ചാൽ മതി. എൻ്റെ നേരത്തെ കുഴപ്പമൊന്നുമില്ല. ശർക്കരപ്പാനി കൂടി ഒഴിച്ച് നന്നായി മിക്സാക്കി ഒന്ന് കുറുക്കി എടുക്കുന്നുണ്ട്. ലേശം കുറുകി വരുമ്പോൾ നമുക്ക് കറക്റ്റ് വെച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് നന്നായി കുറിച്ചെടുക്കാം. ഇതിനകത്ത് നെയ്യ് വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പും മുന്തിരിയും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് അതിൻ്റെ ഒരു കുറവ് ഇതിനകത്തുണ്ട്. അങ്ങനെ നമ്മൾ അരിപ്പൊടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്കാണ് നിങ്ങൾ പായസം വെക്കുക എന്ന് കമ്പനിയുടെ കേട്ടോ. അങ്ങനെ അരിപ്പൊടിയൊക്കെ ഒഴിച്ച് നന്നായി കുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി കുറുകി വരുന്നത് ഈ അരിപ്പൊടിയിൽ ആകുമ്പോൾ നന്നായി കുറുകി വരും. നന്നായി കുറുകി വരണം കേട്ടോ. നന്നായി ടൈറ്റായി വരണം. അതുപോലെ നന്നായി ഇറക്കി കൊടുക്കണം. നന്നായി കുറുകി വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ മത്തങ്ങ ചെറിയ ചെറിയ പീസ് ഉണ്ട് കേട്ടോ. കടിക്കാൻ ടേസ്റ്റ് വേണ്ടിയാണ്. അത് മുന്തിരി പരിപ്പ് കിട്ടുന്നത് അതുകൂടി ഉണ്ടെങ്കിൽ സൂപ്പറായേ. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ തിളപ്പിക്കാൻ പറ്റില്ല. പായസം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ മിക്സാക്കി കൊടുക്കുക. മിക്സാക്കി കൊടുക്കുക. നമ്മൾ പായസം ഇറക്കി എടുക്കാം കേട്ടോ. മുന്തിരിയൊക്കെ നെയ്യിൽ വറുത്തിട്ട് ഇട്ട് കൊടുക്കാം. അത് കിട്ടാത്തതുകൊണ്ടാണ് കിട്ടില്ല. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലേശം നെയ്യ് ഞാനതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ച് മിക്സാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയുമായി വരാം. ബൈ.